മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ അവൾ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അറിയുന്ന ആളുകൾ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. പ്രാർത്ഥനയുടെ 1-ാമത്തെ വിഷയം, സ്വർഗസ്ഥനായ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായവനെ, എഫെസോസിലെ വിശ്വാസികൾക്ക് അങ്ങയെക്കുറിച്ചുള്ള അറിവിൽ അങ്ങയെ മനസ്സിലാക്കുവാൻ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ കൊടുക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അകത്തെ കണ്ണിന് തുറന്നു കിട്ടിയവരാ. അകത്തെ കണ്ണ് തുറന്നുകൊണ്ടാണ് ദൈവകൃപ വരാനിടയായത്. അടുത്ത കണ്ണ് തുറന്നുകൊണ്ടാണ് യേശുക്രിസ്തുവിലുള്ള രക്ഷ അവകാശമാക്കാൻ കഴിഞ്ഞത്. പക്ഷെ തുറന്നു വെച്ചാൽ പോരാ, അത് പ്രകാശിക്കണം. വോൾട്ടേജ് കുറഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ ഫിലമെൻ്റ് മാത്രം കത്തി നിന്നാൽ പോരാ, പ്രകാശിക്കണം. വോൾട്ടേജ് കൂട്ടണം. അകത്തെ ദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചാലേ നിങ്ങൾക്കിത് അറിയാനൊക്കത്തില്ല. എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെ വിളിച്ചതിന് ദൈവത്തിനുള്ള ഉദ്ദേശം നിങ്ങൾ അറിയണമെങ്കിൽ അകത്തെ ദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഇപ്പോഴായിരിക്കുന്ന സ്ഥിതിയിലും അനുഭവത്തിലും അല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കാലുവയ്ക്കുവാൻ, അവകാശങ്ങളിലേക്ക് കാലുവയ്ക്കുവാൻ, വെട്ടിയുണ്ടാക്കാത്ത കിണറ്റിലെ വെള്ളം കോരിയെടുക്കുവാൻ, നട്ടുണ്ടാക്കാത്ത തോട്ടത്തിലെ അനുഭവങ്ങൾ സ്വന്തമാക്കാൻ, പണിതുണ്ടാക്കാത്ത വീടുകളിൽ പാർക്കുവാൻ. ഇവിടെ ഞാൻ പറയുന്ന ആത്മീയ അർത്ഥമാണ്. ആത്മീയ അർത്ഥത്തിൽ ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവകാശമാക്കുവാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇരുന്നാൽ പോരാ. ദൈവം നിങ്ങളെ വിളിച്ച വിളിയുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. എന്തിനാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതെന്ന് അറിയണം. നിൻ്റെ ചാർച്ചക്കാരേക്കാൾ, നിൻ്റെ അയൽക്കാരേക്കാൾ, നിൻ്റെ സ്വന്തക്കാരേക്കാൾ വ്യത്യസ്തമായി നിൻ്റെ അകത്ത് ഈ വെളിച്ചം തന്ന്, നിൻ്റെ അകത്ത് ഈ വെളിപ്പാട് തന്ന്, നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ചൂണ്ട കൊരുത്തി നിന്നെ അവിടുന്ന് പിടിച്ചെടുത്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു പർപ്പസുണ്ട്. മഹത്വമുള്ളൊരു പർപ്പസുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ അറിയണം. സ്തോത്രം. നിങ്ങളുടെ വിളിയാലുള്ള ആശയിന്നതെന്നും പൗലോസ് പ്രാർത്ഥിക്കുക. എഫെസോസിലുള്ളവർ അറിയണം. അവരും പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം, നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്കുള്ള ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തി തരണം. അത് മനസ്സിലാക്കി തരണം. അവിടേക്ക് ഞങ്ങൾ കാലുവയ്ക്കാം, അവിടേക്ക് ഞങ്ങൾ നീങ്ങാം, അവിടേക്ക് ഞങ്ങൾ വളരാം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അടുത്ത വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. എന്താ മഹിമാധനം? ധനമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്തിൻ്റെയാ? മഹിമയുടെ. മഹിമയെന്ന് പറഞ്ഞാൽ തേജസ്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനം, ദൈവത്തിൻ്റെ മഹിമാധനം. അതിൻ്റെ അവകാശം നിനക്കുണ്ട്. അവകാശം നീ അറിയണം. അവൻ്റെ വിളിയാളുള്ള ആശയെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. അടുത്തതിനെ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ, ദൈവത്തിൻ്റെ ശക്തിയുടെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ, ദൈവത്തിൻ്റെ ബലം എത്രയുമുണ്ട്. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വം, അതിൻ്റെ മഹിമ, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ വ്യാപാരം കൊണ്ട്, അതിൻ്റെ മൂവിങ് കൊണ്ട്, അതിൻ്റെ ചലനം കൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ചലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അൺലിമിറ്റഡ്, അളവറ്റ പവർ, അൺലിമിറ്റഡ് പവർ, അളവില്ലാത്ത
അളക്കാൻ കഴിയാത്ത വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അതാ. എന്തുവാ? ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? 220 വോൾട്ടാണ് ഇവിടെ, 220 വോൾട്ട്. വലിയ കണ്ടിട്ടുണ്ട്. 66 kV പോകുന്ന കണ്ടിട്ടുണ്ടോ? 66 കിലോ വാട്ടാണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000. 66 കിലോ എന്ന് പറഞ്ഞാൽ 66,000 വോൾട്ടാണ്. ഒരുത്തൻ അതിൻ്റെ അടുത്ത് നിന്നൊരു മാവേന്ന് മാങ്ങ പറിക്കാനായിട്ട് ഇരുമ്പ് പൈപ്പിൻ്റെ തോട്ടി വെച്ച് പറിക്കാൻ ചെന്നാ. മാങ്ങ പറിക്കാനായിട്ട് അങ്ങോട്ട് പൊക്കുകയും ഈ 66,000 വോൾട്ടേജുള്ള കറണ്ട് കമ്പി ഇതങ്ങ് വലിച്ചെടുത്തു. ഇതൊന്ന് വിടാൻ വയ്യ. ഇവനെ ഉൾപ്പെടെ വലിച്ചങ്ങെടുത്തു. വലിച്ചെടുത്ത് അതേ തൂങ്ങിക്കിടന്ന് കരിഞ്ഞു പോയി. അതാണ് പവർ. അത് ഡിസ്ട്രക്റ്റീവ് പവറാണ്. ദൈവത്തിൻ്റെ ശക്തി 66,000 ഒന്നും അല്ല. അവിടെ പറഞ്ഞേക്കുന്ന കണക്ക് ഞാൻ പറയാം. എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കേട്ടോണം. അളവറ്റ, അൺലിമിറ്റഡ്. എത്ര എഞ്ചിനീയർ വന്ന് അവനിത് അളക്കുന്ന മീറ്ററും കൊണ്ടൊന്ന് അവൻ്റെ മീറ്റർ പൊട്ടിപ്പോകത്തേ ഉള്ളൂ, അളക്കാനൊക്കത്തില്ല. എന്തിനു വേണ്ടിയാണെന്നറിയാം? നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇല്ലതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അകത്തെ കണ്ണ് തുറന്നിട്ട് അകത്തെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആർക്കു വേണ്ടി വ്യാപരിക്കുന്നു? ഈ ശക്തി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഇലക്ട്രിക് സപ്ലൈ പോയ ഉടനെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഇതിന് തുല്യമായ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് തരിക. KSEBയുടെ സപ്ലൈ പോകുമ്പോൾ ജനറേറ്ററാണ്. ഇതുപോലെ നിനക്കൊരു ജനറേറ്ററുണ്ട്, ഒരു വലിയ ജനറേറ്ററുണ്ട്. ആ ജനറേറ്റർ എപ്പോഴാണ് നിനക്ക് വേണ്ടി ഓണാകുന്നതെന്നറിയാമോ? എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുന്നവർക്ക്. സ്വിച്ച് ഏതാണെന്നറിയാം? വിശ്വാസം. സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരുന്നാൽ നിനക്ക് കിട്ടത്തില്ല. ശക്തിയുണ്ട്, പക്ഷേ മെയിൻ സ്വിച്ച് ഓഫാണ്. മെയിൻ സ്വിച്ച് വിശ്വാസമാണ്. മെയിൻ സ്വിച്ചിൻ്റെ വിശ്വാസത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തവർക്ക് വേണ്ടി ഇത് വരികയാണ്, ശക്തി വരികയാണ്. ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഒരു പ്രശ്നത്തിന് മുമ്പിൽ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ, ഒരു ചലഞ്ചിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു എൻ്റെ അകത്ത് നീ പറയുമ്പോൾ സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞു. ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അളവറ്റ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അതെവിടൊക്കെ പോകണം അവിടെയൊക്കെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനെ തടഞ്ഞു നിർത്താൻ ഒന്നിനും കഴിയത്തില്ല. വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അളവില്ലാത്ത വലിപ്പം, അതിനെ കണക്ക് നിനക്ക് കൂട്ടാൻ കഴിയത്തില്ല. നീ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി ശക്തി വ്യാപരിക്കുകയാണ്. ഏതാവശ്യമാണോ? ഒരു പ്രശ്നത്തിന് മുമ്പിലാണ് നീ വിശ്വസിക്കുന്നത്, ഒരു ആവശ്യത്തിന് മുമ്പിലാണ് നീ വിശ്വസിക്കുന്നത്. എപ്പോഴും ആവശ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുന്നത്. ലോകത്തിലുള്ള കടലെല്ലാം വറ്റിച്ചിടത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വറ്റിക്കത്തില്ല. ശക്തിയുണ്ട് ദൈവത്തിന്, പക്ഷെ ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. എപ്പം ചെയ്യും? ദൈവജനത്തിന് മറുകര പോകണം. പുറകെ ശത്രുക്കൾ വരുന്നു. ദൈവം അവരെ കൊണ്ടുപോകാനായിട്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ്. ശത്രുക്കൾ വന്ന് പിടിക്കും. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ, ആ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ, വേറെ ഒരു വഴിയുമില്ലാതെ വരുന്ന അടിയന്തര സാഹചര്യത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നിന്നാൽ മതി. മോശ ഒരു കമ്പ് നീട്ടി നിൽക്കുക, ഒരു വടിയും നീട്ടി നിൽക്കുക. ചെങ്കടൽ വറ്റാൻ വേണ്ടി വടിയും നീട്ടി നിന്നാൽ മതി.
അവൻ്റെ ബലത്തിനും വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശാക്തയുടെ അളവറ്റ വലിപ്പ ചെങ്കടൽ വറ്റിക്കാൻ പോകുക. നിൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ നീ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുക. നീ പതറിപ്പോകാതെ നിൽക്കുക. നീ നിരാശപ്പെടാതെ നിൽക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. നീ ദൈവത്തെ കാത്തിരിക്കുക. സാഹചര്യം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവം അത്ഭുതം ചെയ്യുവാൻ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവം പ്രവർത്തിക്കേണ്ടതിന് ക്ഷമയോടെ സഹിഷ്ണുതയോടെ നീ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വിഷയം വിട്ടുകൊടുത്തിട്ട് ദൈവം പ്രവർത്തിപ്പാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല. ദൈവം അവന് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കാം. ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. 12 പേരെ മോശ മരുഭൂമി യാത്രയിൽ വാഗ്ദത്ത ദേശം ഒറ്റ നോക്കാൻ വിട്ടു. നിങ്ങൾ നേരത്തെ പോയി അവിടുത്തെ സാഹചര്യങ്ങളും പരിസ്ഥിതിയും അവിടുത്തെ കൃഷിയും അവിടുത്തെ ജനങ്ങളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് വിവരം തരണം. 12 പേര് പോയി, 10 പേര് വന്ന് കൊടുത്ത റിപ്പോർട്ട്, ദേശം നല്ലത് തന്നെ, പാലും തൊഴുകുന്ന പേന ഒഴുകുന്ന ദേശം. ഞങ്ങൾ കൊണ്ടുവന്ന, ഞങ്ങൾ തണ്ടയിൽ കെട്ടിക്കൊണ്ട് ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന അവിടുത്തെ കൃഷിഫലങ്ങൾ തേണ്ട ഈ മുന്തിരിക്കൊലയൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും പൊക്കാനൊക്കെയല്ലോ, അതുപോലെ സമൃദ്ധിയാണ്. ഇപ്പോഴും ആ ദേശത്തങ്ങനെ മരുഭൂമിയിൽ നെഗവ് എന്ന് പറയുന്ന മരുഭൂമി, വിശാലമായ മരുഭൂമിയുടെ 2/3 ഭാഗം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. മരുഭൂമിയിൽ പോയി കൂടാരമടിച്ച് പാർത്ത് അവരവിടെ ഉണ്ടാക്കുന്ന മുന്തിരിക്കൊലകൾ വലിയ മുന്തിരിക്കൊലകളാണ്. കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ പടം കാണുകയുണ്ടായി. ഇപ്പോൾ ഞാൻ ഓർത്തു, പുരാതന കാലത്ത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യം തന്നെ. തണ്ട് കെട്ടി ചുമക്കത്തക്കോണം ഒരു മുന്തിരിക്കൊല അത്രയ്ക്ക് വലിപ്പമാണ്. ഇവിടെയൊക്കെ കാണുന്നത് മരുന്നും അടിച്ച് ദീനവും പിടിച്ച ചെടിയുടെയൊക്കെ മുന്തിരിങ്ങായ, കൊച്ചു മുന്തിരിങ്ങായ. അത് കണ്ടുകൊണ്ട് ബൈബിളിലെ കാര്യം വായിച്ച് നോക്കല്ലോ. വലിയ തേങ്ങയുടെ വലിപ്പമുള്ള മുന്തിരിക്കൊല മനസ്സിൽ കാണണം. അതും കൊണ്ടാണ് അന്ന് വന്നത്. ഒറ്റ നോക്കിയവർ തിരിച്ചു വന്ന് പറഞ്ഞു, ദേശം നല്ലത്, ഫലപുഷ്ടമായത്, പക്ഷേ അവിടെ ഞങ്ങൾ മല്ലന്മാരെ കണ്ടു, അനാക്കിന്റെ പുത്രന്മാരായ മല്ലന്മാരെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഞങ്ങളെക്കുറിച്ച് വെട്ടുക്കിളികളാണെന്ന് തോന്നി. ഞങ്ങളെക്കുറിച്ചൊരു തോന്നലുണ്ടായി. ഞങ്ങൾ വെട്ടുക്കിളിയെന്ന് അവർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ പച്ചക്കുതിര എന്ന് പറയുന്ന കുട്ടികൾക്കറിയ ഇതിലെ പച്ചക്കുതിര വീട്ടിൽ വന്ന് കയറിയാൽ പണം കിട്ടുമെന്ന് ആളുകൾ പറയും. വെറുതെ കേട്ടോ, പണം കൊണ്ട് വരാമെങ്കിൽ പിന്നെ അത് ഈ ചാട്ടം ചാടേണ്ട കാര്യമുണ്ടോ? പച്ചക്കുതിരയ്ക്ക് പണം ഇല്ലാത്തതുകൊണ്ട് അത് ചാടി ചാടി നടക്കുന്നു. ഏതായാലും മനസ്സിലായല്ലോ എന്താ വെട്ടുക്കിളിയെന്ന്. അതുപോലെ തോന്നി ഞങ്ങളെ കണ്ടപ്പോൾ. ഞങ്ങൾക്ക് തോന്നുക ഇത്രയും വലിയ മല്ലന്മാരെ കാണാൻ ഞങ്ങൾ വെറും പച്ചക്കുതിരകൾ, വെറും വിട്ടിലുകൾ, വെറും വെട്ടുക്കിളികൾ. അടുത്ത വാക്യം, അവർക്കും അങ്ങനെ തന്നെ തോന്നി ഞങ്ങളെക്കുറിച്ച്. 10 പേര് ഭൂരിപക്ഷം ജനങ്ങളെല്ലാം കരഞ്ഞു. വേണ്ട അങ്ങോട്ടും കൊണ്ടുപോണ്ട, മല്ലന്മാരെ കൊല്ലാനാണോ ഞങ്ങളെ കൊണ്ട്? നമുക്ക് തിരിച്ചു പോകാം. മോശം വരത്തില്ലെങ്കിൽ വേറൊരാളെ തിരഞ്ഞെടുക്കാം. നമുക്ക് തിരിച്ചു പോകാം. അവിടെ പോയി ഇഷ്ടിച്ചുള്ളതിലെങ്കിലും പണിയുണ്ടല്ലോ. 2 പേര് പറഞ്ഞു, യോശുവയും കാലേബും പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, മല്ലന്മാരെ കണ്ടു, പക്ഷെ നിങ്ങൾ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടു. ഞങ്ങൾ കണ്ടൊരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ പേടിക്കേണ്ട കാര്യമില്ല. അവർ ദൈവത്തെ കണ്ടില്ല. 10 പേര് കണ്ടത് അനാക്യ മല്ലന്മാരെയാണ്. എന്നാൽ 2 പേര് കണ്ടത് ദൈവത്തെയാണ്. അനാക്യ മല്ലന്മാരെ മാത്രം കണ്ടവർ പേടിച്ച് വിറച്ച് ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. എന്തായിരുന്നു അവരുടെ ഫീലിംഗ്?
അവരുടെ ഫീലിംഗ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ഗ്രാസ് ഹോപ്പർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പച്ചക്കുതിരയ്ക്ക്. ഗ്രാസ് ഹോപ്പർ കോംപ്ലക്സ് എന്നതിൻ്റെ പേര്. സ്വയം ധരിക്കുക ഞാൻ പച്ചക്കുതിരയാണ് കേട്ടോ, ഞാനൊരു വിട്ടില്ല. കാരണം എന്താ, ഒരു വലിയ മല്ലന്മാരാ, അതുകൊണ്ട് ജയിക്കാനൊന്നും നോക്കത്തില്ല. നമുക്ക് തിരിച്ചു പോകാൻ നല്ലത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ വലുതായി കാണുകയും നമ്മളെ തന്നെ അതിനെ നേരിടാൻ കഴിവില്ലാത്തവരായി കാണുകയും ചെയ്ത് ഭയപ്പെടുന്നതിൻ്റെ പേരാണ് ഗ്രാസ് ഹോപ്പർ കോംപ്ലക്സ്. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കത്തില്ല. എന്താ കാര്യം? ഞങ്ങൾ വെട്ടുക്കിളികളാണെന്ന് തോന്നിയപ്പോൾ അവർക്കും തോന്നി. നിനക്ക് നിന്നെക്കുറിച്ച് എന്ത് തോന്നുമോ, കുറേ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നിന്നെക്കുറിച്ച് അത് തന്നെ തോന്നി. ഞാനൊരു കഴുതയാണെന്ന് തോന്നിക്കൊണ്ട് നടന്നാൽ കുറേ കഴിയുമ്പോൾ നാട്ടുകാർ കഴുതെന്ന് വിളിക്കും. കാരണം അവർക്ക് മനസ്സിലാവും. നിന്നെക്കുറിച്ചുള്ള ഫീലിംഗ് എപ്പോഴും ദൈവത്തോട് ചേർത്ത് വെച്ചാൽ നിന്നെ കാണേണ്ടത്. എന്ത് പറയാനാ, ഞങ്ങളെ കൊണ്ട് വല്ലതും നടക്കുമോ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ, അതിനുള്ള പഠിത്തമുണ്ടോ, ഞങ്ങളെ ആര് സഹായിക്കാനാ? ഈ തോന്നലും കൊണ്ട് നടക്കല്ല. നീ പറയണം, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അവൻ വാഗ്ദാനം ചെയ്തത് ആരൊക്കെ തടഞ്ഞു വെച്ചാലും അതിന്മേൽ ജയമെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. ദൈവം വാഗ്ദാനം ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്കത് ലഭിക്കും. നീ ഗ്രാസ് ഹോപ്പർ കോംപ്ലക്സുമായി ജീവിക്കരുത്. നീ ദൈവത്തോടുകൂടെ മതിൽ ചാടിക്കടക്കുന്നവനാകണം, പ്രതികൂലങ്ങളുടെ മേൽ ജയിക്കുന്നവനാകണം. കാരണം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം നിവർത്തിക്കും. അകത്തെ കണ്ണ് തുറന്നാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. മാർത്തയോട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എവിടെ നിന്ന് വിശ്വസിക്കണം? കോൾഡ് വന്ന് മൂക്കൊലിപ്പ് വന്നപ്പോൾ വിശ്വസിച്ചാൽ മതി സുഖമാകും എന്ന് പറയുന്ന പോലുള്ള കാര്യമല്ല. മരിച്ച സഹോദരൻ കല്ലറയ്ക്കകത്ത് കിടന്ന് ചീഞ്ഞ് 4 ദിവസമായ സഹോദരൻ ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത്. നീ വിശ്വസിച്ചാൽ മതി. നീ നീ കല്ലറയുടെ വെളിയിലൊന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്ക്. വിശ്വസിക്കുന്നവർക്ക് കൊണ്ട് വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കല്ലറയ്ക്കകത്ത് കയറി ലാസറിനെ ജീവിപ്പിക്കാൻ പോകുകയാണ്. നീ വിശ്വസിച്ചുകൊണ്ട് നിൽക്ക്. ചീഞ്ഞ പ്രശ്നങ്ങളാണെങ്കിലും പഴകിയ പ്രശ്നങ്ങളാണെങ്കിലും പരിഹാരമില്ലെന്ന് എഴുതി തള്ളിയ പ്രശ്നങ്ങളാണെങ്കിലും ഇന്ന് യേശു നിന്നോട് പറയുന്നു, നീ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമോ? ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോകുക. നീ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമോ? ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുക. നീ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമോ? അസാധ്യമെന്ന് പറഞ്ഞ കാര്യം ദൈവം നിനക്ക് സാധ്യമാക്കാൻ പോകുകയാണ്. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ്, അളവറ്റ വലിപ്പ്, അളവറ്റ 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 വലിപ്പ്. The unlimited power of God, ദൈവത്തിന്റെ അളവറ്റ ശക്തി, അത് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ആ ശക്തിക്ക് സാഹചര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. ആ ശക്തിക്ക് നിനക്ക് വിരോധമായി നിൽക്കുന്ന മനുഷ്യരെ നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. ആ ശക്തിക്ക് നിനക്ക് എതിരെ അടഞ്ഞ വാതിലുകളെ തുറന്നു തരാൻ കഴിയും. ആ ശക്തിക്ക് അടഞ്ഞ വഴികളെ നിനക്ക് വേണ്ടി തുറക്കാൻ കഴിയും. ആ ശക്തിക്ക് നിന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ മാറ്റാൻ കഴിയും. ആ ശക്തിക്ക് നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ മാറ്റാൻ കഴിയും. ആ ശക്തിക്ക് അസാധ്യമെന്ന് പറയുന്ന നിന്റെ രോഗത്തിന് സൗഖ്യം തരാൻ കഴിയും. ആ ശക്തിക്ക് നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയും. ആ ശക്തിക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നീ ഭാരപ്പെടുന്ന കാര്യത്തിന് അത്ഭുതം വെളിപ്പെടുത്താൻ കഴിയും. ആ ശക്തിക്ക് തകർന്നു പോയ നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ കഴിയും. ദൈവത്തിന്റെ ശക്തിക്ക്, അത്യന്ത ശക്തിക്ക് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല.
പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വിശ്വസിച്ചോടെ നിൽക്കണം. മനസ്സ് മടുത്തു പോകാതെ വിശ്വസിച്ചോടെ നിൽക്കണം. ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ കാണും. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തും. ലാസ്റ്റ് മൊമെൻറ്റിൽ, അവസാന നിമിഷം ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തും. നീ പിടിച്ചു നിൽക്കുക. നീ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിൻ്റെ അകത്ത് ഒരാശങ്കവില്ല. നീ ഉറച്ച് നിൻ്റെ അകത്ത് ബോധ്യത കയറട്ടെ. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ ദൈവം എന്നോട് സ്നേഹമുള്ള ദൈവമാണ്. എൻ്റെ ദൈവം നല്ല ദൈവമാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് ഏതെങ്കിലും വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, രോഗമാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, ജീവിതത്തിലെ ഏതെങ്കിലും പരാധീനതകളാകട്ടെ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് നിൻ്റെ ഹൃദയം കൊണ്ട് പറയണം, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, അവിടുന്ന് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ കാത്തിരിക്കും. അവിടുന്ന് പ്രവർത്തിപ്പാൻ ഞാൻ കാത്തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പ്രിയ പിതാവേ, അവിടുത്തെ വചനം കേട്ട് അവിടുത്തെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞങ്ങൾ മഹാദൈവത്തെ കാത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. മഹത്വമുള്ള പിതാവേ, അവിടുത്തെ അത്ഭുതത്തിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു. സ്തോത്രം. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. എവിടെയാലുള്ള ആശയിന്നതെന്നറിയേണ്ടതിന്, വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാതനമിന്നതെന്നറിയേണ്ടതിന്, അവിടുത്തെ ബലത്തിനും വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നവരുടെ ശക്തിയുടെ വളവറ്റ വലിപ്പമെന്നറിയേണ്ടതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പൗർഷൻ TV ചാനലിലൂടെ, ഗോസ്പൽ സെൻ്റർ വെബ്സൈറ്റിലൂടെ ഈ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ തരുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഒരാവശ്യങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അവിടുത്തെ ശക്തി അവരുടെ ജീവിതത്തിൽ അറിയുവാൻ അവർക്കിടയാക്കണമേ. ലോകപ്രകാരം പല കാര്യങ്ങളുടെ മുമ്പിൽ അവർ ഞെരുക്കം അനുഭവിക്കുന്നവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്. അധികാരികളാൽ, നിയമങ്ങളാൽ, മറ്റു മനുഷ്യരാൽ, സാമ്പത്തിക വിഷയങ്ങളാൽ പ്രയാസപ്പെടുന്നവരാണ്. അങ്ങേ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് ഇടവരുത്തുകയില്ലല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. ഇന്നൊരത്ഭുതം ചെയ്യണമേ. ഇന്നൊരത്ഭുതം അവിടുന്ന് വെളിപ്പെടുത്തണമേ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ.